വെൽക്കം ബാക്ക് ടു അൽസഫ ഹീലിംഗ് നെസ്റ്റ്. ഈ ഒരു പേഷ്യൻറ്റിൻ്റെ കാല് കണ്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇദ്ദേഹം ഒരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. വർഷങ്ങളായിട്ട് ഡയബറ്റിക്കിന് മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ കാലിൽ ഈ ഒരു മുറിവ് വന്നത് 2 വർഷത്തോളം കഴിഞ്ഞു. അന്ന് മുതലേ ഇവർ ഈ ഒരു മുറിവിനെ പൊറിപ്പിക്കാനുള്ള ചികിത്സകളെല്ലാം തന്നെയും ചെയ്തിട്ടും ഈ ഒരു മുറിവ് ഒരു വിധത്തിലും ചൂടുന്നുണ്ടായിരുന്നില്ല. എപ്പോഴും ഇതിൽ നിന്ന് ഇങ്ങനെ നീരും വെള്ളമൊക്കെ പഴുപ്പൊക്കെ ഒഴുകുന്ന ഒരവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കാലുകളിലൊക്കെ ടച്ച് ചെയ്താൽ ആ ഒരു സെൻസേഷനൊക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു. കാലിലേക്ക് ഞരമ്പുകളിൽ ഓട്ടമൊക്കെ വളരെ കുറവായിരുന്നു. ഈ ഒരു ഭാഗത്തൊന്നും തന്നെയും മരവിച്ചൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു എന്നെ ഓയിൻമെൻറ്റൊക്കെ കൊണ്ടുവന്ന് കാണിച്ച സമയത്ത് 2000 രൂപ അതിൽ കൂടുതലൊക്കെ വിലയുള്ള ഓയിൻമെൻറ്റുകളാണ് ഈ ഒരു മുറിവിന് യൂസ് ചെയ്തിരുന്നത്. അപ്പം ആ ഒരു ട്രീറ്റ്മെൻറ്റ് അത് ഡയബറ്റിക്കിന് മെഡിസിൻ എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് കൂടി ചെയ്തപ്പോഴത്തേക്കും ഇത് ഏകദേശം ഒരു 5 സിറ്റിങ് ചെയ്തത് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ ഇവരുടെ ഈ മുറിവൊക്കെ ഏകദേശം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന സ്റ്റേജിലേക്ക് എത്തി. കാര്യം ആദ്യം ഇവർ വരുന്ന സമയത്ത് ഇതിൻ്റെ അകവശം വരെയും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അത്രത്തോളം നല്ല ആഴത്തിലുള്ളൊരു മുറിവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏകദേശം അതൊരു 90% മുറിവ് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 10% കൂടിയിട്ട് ആ മുറിവ് നികന്നാൽ മതി. അപ്പോൾ അത്രത്തോളം ഒരു മാറ്റം നമ്മുടെ അക്യുപഞ്ചർ ചികിത്സയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ആളുകൾക്ക് ഇതുപോലെ ഉണങ്ങാത്ത മുറിവുകളുമായിട്ട് ഉള്ള ഒരുപാട് പേഷ്യൻറ്റിന് നമ്മുടെ ചികിത്സയിലൂടെ മുറിവ് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞിട്ട് വന്നതാണ് ഇവർ. അപ്പോൾ നമുക്ക് ഈ പേഷ്യൻ്റ് വിശേഷം എൻ്റെ പേര് നസീർ. ഒരിടത്തോടെ എൻ്റെ കാലൊരു മുറിവ് വന്നിട്ട് അത് പൊറുക്കില്ലായിരുന്നു. പിന്നെ പല ഹോസ്പിറ്റലിൽ പോയി ലാസ്റ്റ് ഇവിടെ വന്നു. ഇവിടെ എല്ലാം അൽഹംദുലില്ലാഹ് കുറവുണ്ട്. ഭർത്താവിനെ കൊണ്ട് വന്നത് 2 വർഷത്തോളമായി. ഒരു കാല് ഇതുപോലെ ഒരു ചെറിയൊരു മുറിവ് വന്നത് അതങ്ങ് കുഴിഞ്ഞ് ഇപ്പോൾ കുറേയൊക്കെ നിവന്ന് പുറത്ത് വെച്ച് ഇവിടെ വന്നതിന് ശേഷമാണ് അൽഹംദുലില്ലാഹ് മുറിവ് കഴിഞ്ഞ്.